ഈ ബിസിനസ്സിൽ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കസ്റ്റമർ കെയർ എങ്ങനെയാണെന്നുള്ളത്? കസ്റ്റമർ കെയറിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ഈ ബിസിനസ്സിൽ. നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെല് ചെയ്തു, അത് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കസ്റ്റമർക്ക് അതിന് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് വേണം. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം അറിയാൻ നമ്മളെ വിളിച്ചു. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കുന്നില്ല, നമ്മൾ അതിനെപ്പറ്റി നമ്മളൊരു ബോധമല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആ കസ്റ്റമർ നമ്മളെ അടുത്തേക്ക് വരില്ല. നേരെ മറിച്ച് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്ത്, പക്ഷേ പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല ട്രാൻസ്പറൻസി വേണം, ക്ലിയർ ആയിരിക്കണം, പിന്നെ ഉള്ളതേ പറയാവൂ. അതായത് നമ്മൾ ഇല്ലാത്ത കാര്യം പറഞ്ഞ് പ്രൊഡക്റ്റ് സെല്ല് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സെല്ലിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നീടുള്ള സെല്ലിങ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു പ്രൊഡക്റ്റിനൊരു ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ പറയണം ഈ പ്രൊഡക്റ്റിന് ഇന്ന പ്രശ്നമുണ്ട്, പക്ഷേ ഇതാണ് ഇതിൻ്റെ ഗുണങ്ങൾ. അത് പറഞ്ഞ് സെല്ല് ചെയ്യുമ്പോൾ കസ്റ്റമറും ഹാപ്പിയാണ്, നമുക്കും ഓവർ ടെൻഷനൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഭയങ്കര നല്ല ട്രാൻസ്പെറൻ്റ് ആവുക, ഉള്ളത് ഉള്ള മാതിരി പറയുക.